ഐ വിഷ് ഐ ഹാഡ്. ഇവ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാം. നമുക്ക് നോക്കാം. പ്രസന്റിലെ സിറ്റുവേഷനിൽ നമ്മളുടെ കയ്യിൽ ഇല്ലാത്തൊരു സാധനം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്താണ് ഐ വിഷ് ഐ ഹാഡ് എന്ന് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ വിഷ് ഐ ഹാഡ് മോർ ടൈം. എനിക്ക് കൂടുതൽ സമയം ഉണ്ടായിരുന്നുവെങ്കിൽ. എനിക്ക് കൂടുതൽ സമയം ഇല്ല, പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക്. സോ ഐ വിഷ് ഐ ഹാഡ് മോർ ടൈം. മറ്റൊരു എക്സാമ്പിൾ, ഐ വിഷ് ഐ ഹാഡ് എ ബെറ്റർ ഫോൺ. എൻ്റെ കയ്യിൽ കുറച്ചുകൂടി നല്ലൊരു ഫോൺ ഉണ്ടായിരുന്നുവെങ്കിൽ. കുറച്ചുകൂടി നല്ലൊരു ഫോൺ എൻ്റെ കയ്യിൽ ഇല്ല, പക്ഷെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ. എന്നാൽ പാസ്റ്റിലെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ കയ്യിൽ ഇല്ലാതിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന സമയത്ത് ആ പാസ്റ്റിലെ റിഗ്രറ്റ് കാണിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഐ വിഷ് ഐ ഹാഡ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ വിഷ് ഐ ഹാഡ് മോർ ടൈം യെസ്റ്റർഡേ. എന്തായാലും എനിക്ക് കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. അതൊരു റിഗ്രറ്റ് ആണ് അല്ലേ? മറ്റൊരു എക്സാമ്പിൾ, ഐ വിഷ് ഐ ഹാഡ് യുവർ നമ്പർ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് നിന്റെ നമ്പർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. സോ അതൊരു പാസ്റ്റിലെ റിഗ്രറ്റ് ആണ്, ഒരു പാസ്റ്റ് സിറ്റുവേഷൻ ആണ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദി ഡിഫറൻസ്. അതുപോലെ രണ്ട് ഹാഡ് വരുന്ന സ്ഥലത്ത് ആദ്യത്തെ ഹാഡ് നമുക്ക് കൺട്രാക്ട് ചെയ്യാം, ചുരുക്കി പറയാം. ഫോർ എക്സാമ്പിൾ, ഐ വിഷ് ഐ ഹാഡ് എന്ന് പറയുന്നതിന് പകരം ഐ വിഷ് ഐഡ് ഹാഡ് എന്ന് പറയാം. ഐ വിഷ് ഐഡ് ഹാഡ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് സംസാരിച്ചുകൊണ്ട് തന്നെ പഠിക്കണം. യെസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. പ്ലീസ് കോൺടാക്ട് us for more details.